ഹലോ ഹായ്. ഒരു യാത്രയിലാണ്. യാത്ര പോകുന്നത് അസർബൈജാൻ. അസർബൈജാൻ യൂറോപ്യൻ കൺട്രിയിൽപ്പെട്ട ഒരു രാജ്യമാണ്. 1991 വരെ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു അസർബൈജാൻ. അസർബൈജാനെ ലാൻഡ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്നുണ്ട്, അഗ്നിയുടെ നാട്. അതുമാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ തടാകം നിലകൊള്ളുന്ന കാസ്പിയൻ സീ അതും ഈ അസർബൈജാനിലുള്ളത്. നമ്മുടെ ഇന്ത്യക്കാർക്ക് വിസ ഒന്നുമില്ലാതെ ഏറ്റവും എളുപ്പത്തിൽ യാത്രാ ദൂരം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പോയി വരാവുന്ന ഒരു രാജ്യമാണ് അസർബൈജാൻ. ആ അസർബൈജാനിലേക്കാണ് ഈ യാത്ര. അപ്പോൾ ഏവർക്കും സ്വാഗതം. ഇപ്പോൾ അബുദാബി എയർപോർട്ടിലാണ് ഉള്ളത് കേട്ടോ. ഈ എയർപോർട്ടിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഞാൻ ഇപ്പോൾ ലാസ്റ്റ് പോയതിപ്പോൾ സെർബിയ പോകുന്ന ടൈമിലാണ് ഞാൻ അബുദാബി എയർപോർട്ടിൽ വന്നിട്ടുള്ളത്. ഇവിടുത്തെ മൊത്തത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ എനിക്കിവിടെ വന്നപ്പോൾ കാണുന്നത്, എന്തൊക്കെ വർക്ക് കഴിഞ്ഞത് കാരണം തോന്നുന്നുണ്ട്. എമിഗ്രേഷൻ്റെ ഇത് കഴിഞ്ഞത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണുള്ളത്. ഞാൻ ലോഞ്ചിൽ ചെന്ന് നോക്കി, പക്ഷേ എൻ്റെ കാർഡ് അവിടെ അക്സെപ്റ്റ് ചെയ്തില്ല. അല്ലെങ്കിൽ ഞാൻ അബുദാബി എയർപോർട്ടിൽ ലോഞ്ച് ഒന്ന് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. ഇവിടെ 2 ലോഞ്ചുണ്ട് എയർപോർട്ടിൽ. ഒന്ന് എത്തിഹാദ് ഉണ്ട്, ഒന്ന് പേർ എന്നതൊരു പേരാണ്. അവിടെയാണ് നമുക്ക് കിട്ടാവുന്നത്. പക്ഷേ അവിടെ നമ്മളെ കാർഡ് അക്സെപ്റ്റ് ചെയ്തില്ല. ഇവിടെ എത്തിഹാദ് ബിസിനസ് ക്ലാസ്സുകാർക്കാണ് അവിടെ എത്തിഹാദ് ലോഞ്ച് ഉള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അന്ന് വന്ന എയർപോർട്ടിൻ്റെ രീതികളേ അല്ല എനിക്കൊരു പിടുത്തം കിട്ടില്ല. ഇപ്പോൾ ആകെ ടോട്ടൽ മാറിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ അബുദാബി ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. നമ്മൾ കടന്നു ചെല്ലുമ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ആരായിരുന്നു? മദ്യങ്ങളാണ്. പിന്നെ ഇതൊക്കെ ആ ഒരു സെക്ഷനാണ്. ഇവിടെ നിന്നാണ് ചോക്ലേറ്റ് ഐറ്റംസുകൾ അങ്ങനെ ഉണ്ട്. ഇതൊക്കെ ചോക്ലേറ്റാണ്. ഞാൻ ജസ്റ്റ് ഇതിനുള്ളിൽ കൂടെ കടന്നു. നമ്മൾ ഈ ഗേറ്റിലേക്ക് കടക്കണം. നമ്മുടെ ഗേറ്റ് D46 ആണ്. അപ്പോൾ അതെല്ലാം 44 ഇതിൽ 49 വരെ ഈ ഭാഗത്താണുള്ളത്. ഞാൻ എൻ്റെ സുഹൃത്തും കൂടിയിട്ടിപ്പോൾ ഈ ബാക്കു അസർബൈജാനിൽ പോകുന്നത് സൂൺ ഹോളിഡേയ്സ് എന്ന് പറയുന്ന ഒരു ട്രാവൽസ് ഉണ്ട്, അവരാണ്. അവരെ കൂടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഷിപ്പിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ക്രൂയിസിൻ്റെ യാത്ര. അതിൻ്റെ വ്ളോഗ് എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്, കയറി കാണാം. ഇപ്പോൾ ഞാൻ പോകുന്ന ഈ അസർബൈജാൻ യാത്ര ഈ സൂൺ ഹോളിഡേയ്സാണ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ അവർ ഒരു പാക്കേജ് തന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്, നമ്മളെ ഹോട്ടൽ റൂം, എല്ലാ കാര്യം നമുക്ക് നമ്മളവിടെ ചെല്ലുമ്പോൾ എയർപോർട്ടിൽ റിസീവ് ചെയ്യാനൊരു ഡ്രൈവർ ഉണ്ടാവും വിത്ത് കാറ്. അയാൾ ഗൈഡാണ്. നമുക്ക് നമ്മളെ ഹോട്ടലാക്കും. നമ്മളെ ഓരോ സ്ഥലങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ ആ ഗൈഡ് പ്ലസ് ഡ്രൈവറാണ്. അദ്ദേഹം കൊണ്ടുപോയി നമ്മളെ കാണിച്ചു തരും, തിരിച്ചു വരും. അതിപ്പോൾ 4 ദിവസത്തെ പരിപാടിയാണ്. അപ്പം ഞാൻ ശനിയാഴ്ച പുറപ്പെടുന്നത്, ഇന്ന് അവിടെ എത്തും. പിന്നെ ഇന്ന് ഫുള്ള് അവിടെ ടൂർ നടക്കും. എനിക്ക് തോന്നുന്നുണ്ട് ബാക്ക് ടൂറൊക്കെയാണ്. പിന്നെ നാളെ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ അവിടുന്ന് രാവിലെ തിരിക്കും. 11:30 മണിക്കോ കൊണ്ടാണ് ഫ്ലൈറ്റ്. ഇവിടുത്തെ ടൈം, അതായത് UAE ടൈമും നമ്മുടെ അസർബൈജാൻ ടൈമും സെയിമാണ്. പക്ഷേ കറൻസി വ്യത്യാസമുണ്ട്. അവിടുത്തെ മനാത്താണ് അവിടുത്തെ കറൻസി. അതായത് ഒരു അസർബൈജാൻ മനാത്തിന് 2.60 ദിർഹംസാണ്. അതായത് 2.5 ദിർഹംസ് ഏകദേശം ആ ഒരു റേഞ്ചിൽ വരുന്നു. അപ്പം നമ്മൾ 1000 ദിർഹംസ് മാറ്റം കൊടുത്തപ്പോൾ 400 കറക്റ്റ് ഇല്ല. അപ്പോൾ 1100 കൊടുത്തപ്പോഴാണ് 400 മനാത്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ റേറ്റ് കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോഴും റേറ്റ് കൂടുതലാണ്. ഇവിടുത്തെ ഒരു ദിർഹംസിന് 24 ആ റേഞ്ചിൽ വരുന്നത്. അവിടെ അതിലും ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ഞാൻ മുമ്പ് സെർബിയ പോയി എന്ന് പറയില്ല, സെർബിയയിൽ റേറ്റ് കുറവാണ്, അവരെ മൂല്യം കുറവാണ്. അസർബൈജാൻ്റെ വേറെ പ്രത്യേകത വെച്ചാൽ അവിടെ സാമ്പത്തികമായിട്ട് വളരെയധികം വളർച്ചയുള്ളത്, ലോക റെക്കോർഡിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് ഈ അസർബൈജാൻ സാമ്പത്തിക വളർച്ചയിൽ. പക്ഷേ അവിടെ പകുതിയിലേറെ ജനങ്ങൾ ദാരിദ്ര്യത്തിലാണ് കഴിയണം എന്നുള്ളതാണ്. അവിടുത്തെ അതായത് സാമ്പത്തിക വിദഗ്ധരെ അവരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ സംഭവം എന്നുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പലരും ഇതിൽ പറയുന്നത് വെച്ചാൽ മേൽത്തട്ടിലുള്ള സാമ്പത്തികത എല്ലാം താഴത്തിലേക്ക് വരാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണെന്നാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ വരും ബ്ലോഗിൽ പറയാം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കേണ്ട ഇവിടെ എയർപോർട്ടിൻ്റെ മേലെ
ഫുഡ് കോർട്ടിൽ വന്നിട്ടുള്ളതാണ്. ഇവിടെ ഒരു പത്മാറ അങ്ങനെ എന്തൊരു ഇന്ത്യൻ ഫുഡുണ്ട്. ഇവിടെ ഇഡ്ഡലി, സാമ്പാർ, പൊറോട്ട, ചന മസാല അങ്ങനത്തെ ഐറ്റംസുകൾ, പിന്നെ ഇവിടെ പിസ്സ അങ്ങനത്തെ ഐറ്റംസുകൾ, ഇവിടെ ഷവർമ ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട് ഇവിടെ. ഹായ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇഡ്ഡലി സാമ്പാറാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ താഴെ ചാനൽ മറ്റേ പെർഫ്യൂം ഉണ്ടോ അതിൻ്റെ ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ കയറി വന്നാൽ ഇവിടെയാണ് ഫുഡ് കോർട്ടുള്ളത് കേട്ടോ. ഇവിടെ പല ചെറിയ ചെറിയ കഫേകളുണ്ട്. ഇവിടെ ഒക്കെ നമുക്ക് ഇരുന്ന് കഴിക്കാം. ഇവിടെ ഏതൊക്കെ റെസ്റ്റോറൻറ്റുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല സൗകര്യം ഉണ്ട്. അത്യാവശ്യം ഇരിക്കാനുള്ള സ്പേസ് നല്ല രസമായിട്ടാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി 28 ദിറംസാണ് കേട്ടോ ഈ ഒരു സംഭവത്തിന്, ഇഡ്ഡലിക്കും സാമ്പാറും മാത്രം. ഇതിൻ്റെ കൂടെ ചായ ആഡ് ചെയ്യുകയാണെങ്കിൽ 37 ദിറംസ് ഉണ്ടായിട്ട് വരും. ഇങ്ങനെ നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇഡ്ഡലി, സാമ്പാർ, ചട്നി, ചമ്മന്തി എല്ലാം കഴിച്ചിട്ട് നമ്മുടെ താഴെ ഇറങ്ങിയപ്പോൾ ഗേറ്റിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി 9:25 നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ബാക്കുകളിൽ ചെന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ സീറ്റ് വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാഴ്ചകൾ ഇറങ്ങുന്ന സമയത്ത് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നത്. ബാക്കു എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അസർബൈജാനിലേക്കുള്ള യാത്രകളാണ്. ഈ അബുദാബി എയർപോർട്ടിൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങൾ ചോദിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പാസ്പോർട്ട് കൊടുത്തു, അവർ അവിടുന്ന് നമുക്ക് ഓണറേബിലാണ് വിസ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഇവിടെ എന്തെങ്കിലും ചോദിക്കുമെന്നുള്ളത് ഞാൻ പുറത്ത് കിടന്നതിന് ശേഷം പറഞ്ഞുതരാം. വിസ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് ഓൺലൈനിൽ നമ്മൾ വിസ അപ്ലൈ ചെയ്തിട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ വന്നിട്ട് ഓണറേബിൾ വിസ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ ക്യൂ ആണ് ഈ കാണുന്നത്. നമ്മൾ എയർപോർട്ടിൽ നടന്ന് എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ 2 ആൾക്കാർ നിന്നിട്ട് ചോദിച്ചു വിസ ഉണ്ടോയെന്ന്. വിസ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോകുമായിരുന്നു. വിസ ഇല്ലാതെ, പക്ഷേ ഇന്ത്യക്കാർക്ക് വിസ വേണ്ട. പക്ഷേ ഇവിടെ ഓണറേബിൾ ഇവിടുന്ന് എടുത്ത് സ്റ്റാമ്പ് ചെയ്യേണ്ടി വരും. അതിലാണ് ഇപ്പോൾ ഇവിടെ ക്യൂ നിൽക്കണം. അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട് ഒരുപാട് മെഷീൻസുകളുണ്ടല്ലോ. ഇതിൽ നിന്ന് നമുക്ക് ഓൺലൈനിൽ വിസ എടുക്കുക. $40 വിസയ്ക്ക്. ഓക്കെ, നമുക്കിങ്ങനെ ഓണറേബിൾ വിസ എടുക്കാവുന്നതാണ്. അവിടെ കൗണ്ടറിൽ ഞാൻ ക്യൂ കാണിച്ചെന്നില്ല, ഒരുപാട് ക്യൂ നിന്നിട്ട് നമ്മളവിടെ ചെന്ന് നോക്കുമ്പോൾ വിസ ഓണറേബിൾ വിസ മുന്നേ ഞാൻ സെർബിയ പോയപ്പോഴൊക്കെ അവിടെ നിന്ന് കൗണ്ടറിൽ നിന്ന് അടിച്ചിരുന്നു. ഞാൻ അങ്ങനെയൊന്ന് കരുതിയത്. അവിടെ നിന്ന് വിസ ഉണ്ടാച്ചപ്പോൾ ഇല്ല, വിസ എടുത്തിട്ടില്ല. അപ്പോൾ അപ്പുറത്ത് പോയിട്ട് കൗണ്ടറിൽ പോയിട്ട് വിസ രജിസ്റ്റർ ചെയ്യണമെന്നാണ്. രജിസ്റ്റർ ചെയ്തിട്ട് വേറെ മെഷീനുകൾ കുറേ വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ പാസ്പോർട്ട് വെച്ചിട്ട് വിസ അപ്ലൈ ചെയ്യണം. $40 അതിന് വരുന്നത്. അങ്ങനെ അത് അപ്പോഴൊക്കെ ഒരു പ്രിൻ്റ് കൊണ്ട് വരും. അപ്പോൾ നമുക്ക് വിസ കിട്ടി. പിന്നെ തിരിച്ച് ഞങ്ങളെ കൗണ്ടറിൽ നിന്ന് അവർ സ്റ്റാമ്പ് അടിച്ചു തന്നു, പാസ്പോർട്ടിൽ സ്റ്റാമ്പ് അടിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് UAE തന്നെ എടുത്ത് വരികയാണെങ്കിൽ ഈ പ്രശ്നമില്ല. ഇവിടുന്ന് വരികയാണെങ്കിൽ നമ്മൾ ആ ലൈനിൽ നിൽക്കാതെ തന്നെ നേരെ പോയിട്ട് വിസ രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്യുക. ആ മെഷീനിൽ പോയിട്ട് നമുക്ക് പൈസ കൊടുത്തിട്ട് എടുക്കാം. പെട്ടെന്ന് കഴിയും, പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ബാഗേജ് എടുക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. ഇനിയിപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡ്രൈവറും പ്ലസ് ഗൈഡൊക്കെ ആയിട്ടുള്ള ആൾ. പിന്നെ പുറത്തിറങ്ങുകയാണെങ്കിൽ ഒരു സിം എടുക്കണോ വേണ്ടെന്നുള്ളത് നോക്കണം. ഇവിടെ ബാക്കു സിറ്റിയിലൊക്കെ വൈഫൈ ഫ്രീ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കട്ടെ. നമ്മളെ ഗൈഡ് നമ്മളെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മളെ വെൽക്കം ചെയ്യുന്ന ആളാണ്. ഇവരാണ് നമ്മളെ
അല്ല എൻ്റെ പേര് വിളിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ഇദ്ദേഹമാണ് നമ്മൾ ഇനിയിപ്പോൾ 2-3 ദിവസം ഇവിടെ സിറ്റിയൊക്കെ കറക്കുന്ന ഇവിടുത്തെ ടൂറൊക്കെ ഒക്കെ ഡ്രൈവറും എല്ലാം ഇപ്പോഴാണൊക്കെ. ഉള്ളിൽ നല്ല ചൂടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ക്ലൈമറ്റ് അങ്ങനെ ഇപ്പോൾ, പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ നല്ലൊരു AC ഒക്കെ കിടന്ന പുറത്തൊരു ഭയങ്കര തണുപ്പൊന്നുമല്ല, കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ്, ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. കുറച്ചുകൂടി വൈകിട്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല തണുപ്പൊക്കെ ആസ്വദിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. ഹൈദർ അലി എയർപോർട്ടാണ് ഈ എയർപോർട്ടിൻ്റെ പേര്. ഇതാണ് നമ്മളെ അസർബൈജാൻ എയർപോർട്ട്. കൈയൊക്കെ തരിക്കുന്നുണ്ട് കാറ്റടിച്ചിട്ട്, അസല് തണുപ്പുണ്ട്, കുഴപ്പമില്ലാത്ത തണുപ്പുണ്ട്. ഞാൻ പിന്നെ ഗ്ലൗസ് കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ട്. ഓക്കെ, വാവ്. അതാണ് നമ്മളെ ഇനി 2-3 ദിവസം ഈ വണ്ടിയിലാണ് നമ്മളെ കറക്കം കാര്യങ്ങളൊക്കെ. ഓർത്തില്ലേ, അഫ്തോഷാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. ഇദ്ദേഹമാണ് നമ്മളെ ഡ്രൈവറും ഗൈഡും എല്ലാം. ഇന്ന് കുഴപ്പമില്ലാത്ത കാറ്റും തണുപ്പൊക്കെ ഉണ്ട്. നാളെ സ്നോ ഉണ്ടാവുന്നതാണ്. അപ്പോൾ കാണാം. ഇപ്പോൾ നമ്മളിവിടെ എയർപോർട്ടിലെത്തി, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വ്ളോഗിൽ വരും. അപ്പോൾ ഈ വ്ളോഗ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത ബാക്കു വിശേഷങ്ങളും അസർബൈജാനിലെ മറ്റു കാഴ്ചകളും നെക്സ്റ്റ് വീഡിയോകളായിട്ട് വരുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഓക്കെ, ബൈ.